ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ നാം വളർത്തുന്ന ബന്ധങ്ങൾ ഒന്നും തന്നെ നാം കണക്കാക്കുന്നത് പോലെ നിലനിൽക്കുകയില്ല. ഇവയെല്ലാം തന്നെ ക്ഷണികങ്ങളാണ്. എന്നാൽ നമ്മെ എല്ലാവരെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈശ്വരൻ എന്ന ശക്തി വിശേഷവുമായുള്ള ബന്ധം, അത് നാം ജനിക്കുന്നതിന് മുമ്പും ജനിക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും ഇനി ഈ ദേഹം ഉപേക്ഷിച്ച് പോയാലും ആ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം യഥാർത്ഥ ബന്ധം ഈശ്വരനുമായുള്ള ബന്ധമാണ്. ബാക്കിയുള്ള ബന്ധങ്ങൾ താൽക്കാലികമാണ്, ഇത് ക്ഷണികമാണ്, ഇത് നാം കൽപ്പിച്ചുണ്ടാക്കിയതുമാണ്. അതിനാൽ ഒരു കവി പറയുന്നു, ലൗകിക ബന്ധങ്ങളെല്ലാമേ നമ്മളിൽ ശാശ്വതമല്ലെന്ന സത്യം മറക്കൊല, മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പരമസത്യം. ലൗകിക ബന്ധങ്ങൾ ഒന്നുമേ നമ്മളിൽ, ഇവിടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, മക്കൾ, സുഹൃത്തുക്കൾ, ശത്രുക്കൾ, മിത്രങ്ങൾ, ഇങ്ങനെ അനേക ബന്ധങ്ങൾ നാം കൽപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. ഈ ബന്ധങ്ങൾക്കാണ് ലൗകിക ബന്ധം എന്നാണ്. ലോകസംബന്ധമായ ബന്ധം, അതാണ് ലൗകികം. ലൗകിക ബന്ധങ്ങൾ ഒന്നുമേ നമ്മളിൽ, ഈ ബന്ധങ്ങളൊന്നും നമ്മളിൽ ശാശ്വതമല്ലെന്ന സത്യം മറക്കൊല. ഇതൊന്നും ശാശ്വതമല്ല എന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഇത് ശാശ്വതം അല്ല എന്ന് എപ്പോഴും ഓർമ്മിക്കണം. അതാണ് മറക്കൊല. ശാശ്വതമല്ലെന്ന സത്യം മറക്കൊല, മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം. നമ്മുടെ മുന്നിലും നമ്മുടെ പിന്നിലും നമ്മുടെ മുകളിലും താഴെയും നമ്മുടെ അകത്തും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അകത്തും പുറത്തും എല്ലായിടത്തും. അതാണ് മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന സത്തെന്നാൽ ഒരിക്കലും നശിക്കാത്ത പരമാത്മാവ്. ചിത്തെന്നാൽ നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് ഇപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി ലോകത്തിൻ്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനസ്സിനെ നമ്മൾ സത്തുമായി ചേരുമ്പോൾ ആനന്ദമായി അനുഭവമാകും. അതാണ് സച്ചിദാനന്ദം. സത്തും ചിത്തും ചേരുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്. അതാണ് മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ. സച്ചിദാനന്ദമായിരിക്കുന്ന സത്തും ചിത്തും ചേരുമ്പോഴേ ആനന്ദമുള്ളൂ. അതിൽ സത്തില്ലെങ്കിലും ആനന്ദമില്ല, ചിത്തില്ലെങ്കിലും ആനന്ദമില്ല. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആനന്ദമായി തീരുന്നു. സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ. ലൗകിക ബന്ധങ്ങൾ ഒന്നുമേ നമ്മളിൽ, ലൗകികമായി ബന്ധങ്ങളൊന്നും തന്നെ ശാശ്വതമല്ലെന്ന സത്യം മറക്കൊല, മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങുന്നു. ആ ഈശാവാസ്യമിതം സർവം, ഈശ്വരൻ ഇവിടെ സർവ്വതിലും സർവയിടത്തും നിറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അതുപോലെ ഈ ഭൂമി വെള്ളത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കുക? സമുദ്രം അഗാധമാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളവും കരയും ചേർന്നതിനെയാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി വെള്ളത്തിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ് വാസ്തവത്തിൽ? കാരണം 1/4 ഭാഗം കരയും 3/4 ഭാഗം കടലുമാണ്. നാം കാണുന്ന സമുദ്രവും കരയും നോക്കിക്കഴിയുമ്പോൾ അങ്ങനെയല്ലേ? സമുദ്രമല്ലേ അഗാധമായി കിടക്കുന്നത്? ആ സമുദ്രത്തിൽ ആണ്ട് കിടക്കുന്നതാണോ ഭൂമി?
അല്ല. കരയും ആ വെള്ളവും കരയും കടലും ഭൂമിയിൽപ്പെട്ടതാണ്. ആ ഉരുണ്ട ഗോളമായിരിക്കുന്ന ഭൂമി വെള്ളത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നാം കുറച്ച് സൂക്ഷ്മതലത്തിലേക്ക് ആണ്ടിറങ്ങണം. ഈ ഭൂമി മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നത് നീരാവിയാണ്. നീരാവി എന്താ സാധനം? അത് തണുക്കുമ്പോഴല്ലേ വെള്ളമായി തീരുന്നത്. വെള്ളത്തിൻ്റെ മൂലരൂപമാണ് നീരാവി. ഈ ഭൂമി മുഴുവൻ ആവൃതമായിരിക്കുന്നത് നീരാവിയാണ്. ആ നീരാവിയെയാണ് ഇവിടെ വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമി വെള്ളത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നീരാവി കൊണ്ട് ആവൃതമാണ് ഭൂമി മുഴുവനും. അതിൽ സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് അതിൻ്റെ ചൂടുകൊണ്ട് ജലമായി മാറുന്നു. സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് ആ നീരാവി അവിടെ ഐസായി, ധ്രുവപ്രദേശങ്ങളിൽ ഐസായും രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഭൂമി വെള്ളത്തിലാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പോലെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. ഇപ്രകാരം തന്നെയാണ് നാം ആത്മസ്വരൂപത്തെ ഗ്രഹിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കിടപ്പ്. അത് നാം യുക്തിപൂർവം അനുഭവതലത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ അത് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് സ്വയം വെളിവായി കിട്ടും. അതാണ് നമുക്ക് ആ പരമസത്യത്തെക്കുറിച്ച് ഇന്ന് എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്നാൽ ഇതിന് അതീതമായ അവസ്ഥയിലേക്ക് അനുഭവസ്ഥരായ ആചാര്യന്മാർ പറയപ്പെട്ട കാര്യങ്ങൾ നാം വിചിന്തനം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ ആ പറഞ്ഞ പൊരുൾ എന്താണ് എന്ന് നമുക്ക് സ്വയമേവ മനസ്സിലായി കിട്ടും. അപ്പോഴാണ് ഭൂമി വെള്ളത്തിലാണ് കിടക്കുന്നത് എന്നും മുന്നിലും പിന്നിലും നാലുഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ. നമ്മുടെ മുന്നിലുണ്ട്, പിന്നിലുണ്ട്, ഇടമുണ്ട്, വലമുണ്ട്, അതുപോലെ മുകളിലുണ്ട്, താഴെയുണ്ട്. പത്തൊരിക്കലും നിറഞ്ഞിരിക്കുന്നതാണ് ആ സർവേശ്വരൻ എന്ന സത്യം നമുക്ക് ബോധ്യമാകും. അതില്ലാത്ത ഒരിടമേ ഇല്ല. അതാണ് ലൗകിക ബന്ധങ്ങളൊന്നുമേ നമ്മളിൽ ശാശ്വതമല്ലെന്ന സത്യം മറക്കുല. മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമാം സച്ചിദാനന്ദ സ്വരൂപം വിളങ്ങവേ.